എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം സ്നേഹമാണ്. യേശുക്രിസ്തു സ്നേഹമാണ്. യേശു ലോകത്തിലേക്ക് വന്നത് തന്നെ സ്നേഹം കൊണ്ടാണ്, അല്ലെ? മനുഷ്യവർഗത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ഡീപ്പായിട്ട് നമ്മൾ സ്നേഹിക്കുവാണ്. യേശുവിലുള്ള ആ മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടാകണം എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാണെങ്കിൽ അത് നന്മയ്ക്കായിട്ട് തീരത്തില്ല, അല്ലെ? സ്നേഹമാണ് ദൈവം. സ്നേഹിക്കാൻ മാത്രമേ ദൈവത്തിന് അറിയത്തുള്ളൂ. അപ്പോൾ ആ സ്നേഹം നമ്മളുടെ ഉള്ളിലും ഉണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. സ്നേഹമില്ലാത്ത വ്യക്തികൾ അവരെത്രമാത്രം വിശ്വാസമുള്ളവരാണെങ്കിൽ, അവർക്ക് എത്രമാത്രം പ്രോഫസി പറയാൻ കഴിയുമെങ്കിലും, അല്ലെ, എത്രമാത്രം മിസ്റ്ററീസ് ഓഫ് കിങ്ഡം ഓഫ് ഹെവൻ, അല്ലെ, അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ പോലും, എത്രമാത്രം ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, ഇനി ഏഞ്ചൽസിന്റെ നാവിൽ തന്നെ സംസാരിക്കാൻ, വാക്കുകൾ തന്നെ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ, സ്നേഹമില്ലാത്തവരാണെങ്കിൽ എങ്ങനെയിരിക്കും, അല്ലെ? ചിലമ്പുന്ന കൈത്താളങ്ങൾ പോലെ ആയിരിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പം ചിലമ്പുന്ന കൈത്താളം പോലെ ആയിത്തീരാൻ ഉള്ളവരല്ല നമ്മൾ, അല്ലെ? വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളവരല്ല. പക്ഷെ അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് കളങ്കമില്ലാത്തതായിരിക്കണം. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് സംസാരിക്കുന്ന വ്യക്തികളാകരുത്. അതിനായിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലെ? ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ് അവൻ. അപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധി കണ്ടില്ല എങ്കിൽ അത് നമ്മൾക്ക് പ്രശ്നമാണ്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുള്ളൂ. മുമ്പോട്ട് പോകാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, സ്നേഹിക്കാനാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. അങ്ങ് സ്നേഹവാ കർത്താവെ. ഞങ്ങള് മോശപ്പെട്ടവരായിരുന്നപ്പോഴാണ് ഞങ്ങൾ തേടിയെത്തിയത് അങ്ങ്. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ ഒരു നന്മയില്ലാത്ത വ്യക്തികളായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ രക്തം കൊണ്ട് വാഷ് ചെയ്തുകൊണ്ട് അങ്ങനെ പോലെ ആക്കി തീർക്കുക. ഓരോ ദിവസം അങ്ങയുടെ ഇമേജിലേക്ക് ഞങ്ങൾ ഓരോ ദിവസം മാറ്റിക്കൊണ്ടിരിക്കുക. മനസ്സിന്റെ ഉള്ളിൽ പരിശുദ്ധി ഉള്ളവരായിരിക്കട്ടെ, ഹൃദയത്തിൽ പരിശുദ്ധി ഉള്ളവരായിരിക്കട്ടെ, അങ്ങ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കൃപയുള്ള വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡ് സംസാരിക്കണമെന്നാത്ത ഞങ്ങൾ പിതാവെ അങ്ങേക്കായിട്ടും മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറഞ്ഞു. യേശുനാമത്തിൽ ആമേൻ. നമുക്കിന്ന് റോമർക്കെതിരെ ലേഖനത്തിലേക്ക് പോകും. റോമറിന്റെ 12, 9, 10 ആദ്യം ഒന്ന് വായിക്കും. അത് കഴിഞ്ഞ് 14 തൊട്ട് 18 വരെ. റോമറിന്റെ 12ന്റെ 9, 10 ആദ്യം വാക്കുകൾ, അത് കഴിഞ്ഞ് 14 തൊട്ട് 18 വരെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സ്നേഹം നിർവാജ്യം ആയിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. 14 ഇങ്ങനെ പറഞ്ഞിരിക്കുക: നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. തമ്മിൽ ഐക്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോടും ചേർന്നു കൊള്ളുക. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുന്നിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. അപ്പോ നമ്മുടെ ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: സ്നേഹം നിർവാജ്യം ആയിരിക്കണം. വാജ്യമായിരിക്കരുത് എന്ന് വെച്ചാൽ കലർപ്പുള്ളതായിരിക്കരുത്, കാപട്യമുള്ളതായിരിക്കരുത്, അല്ലെ? തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ, അല്ലെ? ഈവിളിനെ ഉപേക്ഷിച്ചിട്ട് നല്ലതിനെ ക്ലിങ് ഓൺ ചെയ്യുക എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിയുമ്പോ പല സമയങ്ങളിൽ നമ്മളിൽപ്പെട്ടവർ പലരും ചെയ്തിരിക്കുന്ന കാര്യമാണ്, അല്ലെ? ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയ പറയുന്നത്. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് പറയും, അല്ലെ? പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന വ്യക്തികളോട് വ്യക്തികൾക്ക് വാക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക. മനസ്സിലൊന്ന് വെച്ചുകൊണ്ട്, അല്ലെ? മറ്റുള്ളവരെ ഹേറ്റ് ചെയ്യുമ്പോൾ പുറമെ കൊള്ളാലോ, അല്ലെ, ഇങ്ങനെ നന്നായിട്ട് കാണുന്നത്, അല്ലെ? അവരിട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സുകൾ, അല്ലെ, മനസ്സിനുള്ളിൽ അസൂയ കാരണം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കണമെന്നില്ല. എന്നിട്ട് കൊള്ളാലോ, നിന്റെ സാരി കാണാൻ കൊള്ളാലോ, അല്ലെ? നിന്റെ മേക്കപ്പ് കൊള്ളാലോ, നിന്റെ കമ്മല് കൊള്ളാലോ, നിന്റെ കൊള്ളാലോ, വാച്ച് കൊള്ളാലോ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ കയ്പായിരിക്കും, ഭയങ്കരമായിട്ട് അസൂയായിരിക്കും, അല്ലെ? അപ്പോ എന്താ പറയുന്നത്, കാപട്യമുള്ള രീതിയിലുള്ള പെരുമാറ്റം.
അല്ലെ? അത് പലരും ചെയ്യുന്ന കാര്യമാണ് അല്ലെ? പലരോടും പലരും പല പ്രശ്നത്തിലായിരിക്കുമ്പോഴും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ അല്ലെ? നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് ഇങ്ങനെ കഷ്ടപ്പാട് വന്നല്ലോ അല്ലെ? നിനക്ക് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെയും കൂടെ പ്രാർത്ഥിച്ചതുള്ളൂ. അങ്ങനെയൊക്കെ പറയും. പക്ഷേ പുറമേ പറയുമ്പോ മനസ്സിന്റെ ഉള്ളില് ഇവനൊക്കെ ഇത് വരേണ്ട തന്നെ. ഇവന്റെ കയ്യിലിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറം വരാം. ദൈവം ഒരു കൂലി കൊടുത്തു ഇവന്റെ പെരുമാറ്റത്തിന്. അങ്ങനെ മനസ്സിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എത്രയോ പേര് നമ്മളെ പോലുള്ളവർ ചെയ്തിട്ടുള്ളതാ അല്ലെ? പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ആൾക്കാർ അതിനെപ്പറ്റി അങ്ങ് മറന്നു പോകുന്ന വ്യക്തികൾ അല്ലെ? ഇങ്ങനെ ചിലപ്പോഴ് ഇങ്ങനെ ഒന്നും മനസ്സിൽ പറയുന്നില്ലെങ്കിൽ പോലും നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മറന്നു പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പലതുണ്ട് അല്ലെ? വളരെ വ്യാജമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. മനസ്സ് കാണുന്ന വ്യക്തിയാണ് ദൈവം. അപ്പൊ നമ്മൾ പറയും അങ്ങനെയൊന്നുമല്ല, എന്റെ മനസ്സൊക്കെ നല്ലതൊക്കെയാ, ഞാനിങ്ങനെ ഒരു വ്യക്തിയോട് പോലും ഞാൻ പെരുമാറിയിട്ടില്ല, ഞാൻ ആരോടും മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടില്ല, ഞാൻ എൻ്റെ മനസ്സിൽ പോലും മോശമായിട്ട് ഞാൻ ചിന്തിച്ചിട്ട് പോലും മറ്റാൾക്കാരെ പറ്റി അല്ലെ? ഞാൻ എന്നും ഒരു ഏതൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി മാത്രമേ സംസാരിക്കത്തുള്ളൂ. എൻ്റെ മനസ്സിൽ ഞാൻ ഒന്നും വെച്ചുകൊണ്ട് സംസാരിക്കത്തില്ല അല്ലെ? അങ്ങനെയൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഹൃദയം കാണുന്ന ദൈവത്തിന് എല്ലാ കാര്യവും അറിയാമല്ലോ അല്ലെ? അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക സ്നേഹം നിർവാജ്യമായിരിക്കണം എന്ന് പറയുമ്പോ വാജ്യമായിട്ടുള്ള എന്താ പറയുക, കാപട്യമുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് മിക്കവാറും ആൾക്കാർ. അതുകൊണ്ടാണല്ലോ ദൈവം പറയേണ്ടി വരുന്നത് കാപട്യമില്ലാത്ത സ്നേഹം സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മളെന്ന് പറയേണ്ടി വരുന്നതിന്റെ കാര്യം അല്ലെ? അപ്പൊ നമ്മളെ തന്നെ നല്ലവരായിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കാതെ നമ്മുടെ ഉള്ളിലുള്ള പാവത്തെ ഏറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലുക എന്ന ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. ചീത്ത ആയുള്ളതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നല്ലതിനെ മാത്രം മുറുകെ പിടിക്കുക എന്നാ ദൈവം പറഞ്ഞിരിക്കുക. ഇവിടെ ഇങ്ങനെ പറയുക 14ാമത്തെ വാക്ക്, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുക. തമ്മിൽ ഐക്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് നിൽപ്പ്, നിങ്ങളെ തന്നെ ബുദ്ധിമാനെന്ന് വിചാരിക്കാതിരിക്കുക അല്ലെ? അപ്പോൾ നമ്മൾ വലിയ ബുദ്ധിയുള്ളവരാണോ, നമ്മളുടെ വഴിയാണ് ശരിയെന്ന് വിചാരിക്കാതെ എളിമയുള്ളവരായിരിക്കുക അല്ലെ? ഒരാള് കരയുന്നത് കാണുമ്പോ, ഒരാളുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് കാണുമ്പോ അവന്റെ ഒപ്പം വിഷമിക്കാൻ, അവനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ അല്ലെ? ഒരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോ സന്തോഷിക്കാനുള്ള മനസ്സ്, കൂടെ സന്തോഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതൊക്കെ എത്ര പേർക്ക് സാധിക്കും? നമ്മൾ എത്ര പേർക്ക് സാധിക്കും? നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെ? പക്ഷെ ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്ന യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കാനാണ് അല്ലെ? ദൈവം യേശു ക്രിസ്തു നമ്മൾ കരയുന്ന കാണുമ്പോ നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കത്തില്ല. നമ്മള് സന്തോഷിക്കുമ്പോൾ നമ്മളൊപ്പം സന്തോഷിക്കത്തില്ല. യേശുവിനെ പോലെ ആയിത്തീരുക നമ്മൾ എന്നാണ് പിതാവ് നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. യേശുവിനെ പോലെ ആയിത്തീരാൻ സാധിക്കാത്ത വ്യക്തികൾ അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളായി തീരത്തില്ല അല്ലെ? അതുകൊണ്ടാണ് ദൈവം ഇതേ വാക്കുകൾ എടുത്തെടുത്ത് പല പ്രാവശ്യമായിട്ട് പറയുന്നത്. സ്നേഹം നിർവാജ്യമായിരിക്കണം എന്നുള്ളത്, സഹോദരപ്രീതി 10ാമത്തെ വാക്ക് പറയുന്ന പോലെ സഹോദരപ്രീതി തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കുക എന്നുള്ള കാര്യമൊക്കെ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിൽ ദൈവം പറഞ്ഞിട്ടുണ്ട്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കരുതുക എന്നുള്ള കാര്യം ദൈവം നമ്മളോട് ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങൾ പല ലേഖനങ്ങളിലായിട്ടും ബൈബിളിൽ ഉടനീളം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അതിനൊക്കെ വളരെയധികം പ്രാധാന്യമാണ് അല്ലെ? വളരെയധികം പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യം പറയട്ടെ, ആദ്യമേ തന്നെ ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് ഈ ക്രിസ്ത്യൻ വോക്ക് എന്ന് പറയുന്നത്, ക്രിസ്തീയമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞ് നമ്മുടെ കഴിവനുസരിച്ച് ചെയ്യാൻ പറയുന്ന കാര്യമല്ല ഇത്. നമ്മൾക്ക് നമ്മളുടെ മാനുഷികമായിട്ടുള്ള കഴിവുകൊണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സ്നേഹം നിർവാജ്യമായിരിക്കട്ടെ എന്ന് ദൈവം പറയുമ്പോൾ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെ? മനുഷ്യരുടെ സ്നേഹം വാജ്യമായിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമല്ല മനുഷ്യരുടേതുള്ളത്. കണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് മനുഷ്യരുടെ. സ്വാർത്ഥതയുള്ളവരാണ് മനുഷ്യർ. പക്ഷെ ദൈവം നമ്മൾക്കൊരു പരിഹാരം തന്നിട്ടുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വഴിയിൽ നടക്കാൻ വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ഹെൽപ്പറെ തന്നിട്ടുണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ? അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വഴിയെ നടക്കുക. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നതനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ നയിക്കുന്നത് അല്ലെ? അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നിക്കൊണ്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ദൈവം പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സ്നേഹിക്കാൻ ദൈവം പറയുമ്പോൾ സ്നേഹിക്കാൻ നമ്മൾ കൊണ്ട് സാധിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ
നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ശക്തിയിൽ നമ്മൾ അഭയം പ്രാപിക്കുമ്പോൾ, അല്ലാതെ നമുക്ക് നമ്മുടെ സ്വന്തം കഴിവില് ഒരാളെ സ്നേഹിക്കാൻ ദൈവം പറയുന്നില്ല, അത് സാധിക്കത്തില്ല. യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നിർവാജ്യമായിട്ടുള്ള സ്നേഹമുള്ള യേശുവിന് മാത്രമാണ്. സ്നേഹം കരുണയാണെന്നും സ്നേഹം സെൽഫ് സീക്കിംഗ് അല്ല, സെൽഫിഷ് അല്ലെന്നും എന്താ പറയുക ദേഷ്യപ്പെടാത്തതാണെന്നൊക്കെ നമ്മൾ 1 കൊരിന്ത്യർ 13 ചാപ്റ്ററിൽ വായിക്കുമ്പോൾ അത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹം എന്നുള്ള ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. യേശുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുവിനെ പോലെ ആയി തീരണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും അല്ലെ. ഈ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഹെൽപ്പിനാൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. പക്ഷേ അപ്പൊ നമ്മളെ തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തെ പോലെ യേശുവിനെ പോലെ നമുക്ക് ബിഹേവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയോടെ വേണം അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്റെ ഉള്ളിൽ വർക്ക് ചെയ്തോളൂ, ഞാനിപ്പോ എനിക്ക് തോന്നുന്ന രീതിയിൽ ജീവിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ച് ജീവിക്കാനുള്ള മനസ്സുള്ള വേണം. ഇവിടെ പറയും നമ്മളോട് 10ാമത്തെ വാക്ക് പറയാം, സഹോദര പ്രീതിയിൽ തമ്മിൽ സായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളും എന്ന് പറയും. സഹോദര പ്രീതി അല്ലെ, മറ്റുള്ളവരെ സഹോദരങ്ങളെ പോലെ തന്നെ കരുതുക എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരുന്നത്. 13ാമത്തെ ചാപ്റ്റർ യോഹന്നാന്റെ 13ലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു പുതിയ കമാൻഡ്മെന്റ് ഞാൻ നിങ്ങൾക്ക് തരുവോ, നിങ്ങള് ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു എപ്പോഴാണെന്നറിയാമോ ആ വാക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 13ാമത്തെ ചാപ്റ്റർ യോഹന്നാന്റെ മൊത്തം 13ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിച്ചു പോകുമ്പോൾ ഒരു കാര്യം അറിയാൻ പറ്റും. 12 ശിഷ്യന്മാരുടെയും കാല് വാഷ് ചെയ്തു അല്ലെ. 12 ശിഷ്യന്മാരുടെ കാല് കഴുകി കൊടുത്തു. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ജൂഡാസ് ഇസ്കാരിയോട്ട് അല്ലെ. ജൂഡാസ് ഇസ്കാരിയോട്ടിന് യേശുക്രിസ്തു ഒരു പീസ് അപ്പം എടുത്തു കൊടുക്കുകയും ചെയ്തു. എന്തിനാണെന്നറിയാമോ? അവനെ അനുഗ്രഹിക്കുക ചെയ്തു. അവൻ എന്നെ ചതിക്കാൻ പോകുന്നു മറ്റുള്ളവരെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അനുഗ്രഹിച്ചുകൊണ്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നു അല്ലെ. അവന്റെ ചതി, അവന്റെ സ്വഭാവം മനസ്സിലാക്കി കൊടുക്കുന്ന, അവനെ അനുഗ്രഹിക്കുന്ന വഴിയാണ് ദൈവം കാണിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കാരണം മനുഷ്യരെ റിപ്പന്റൻസിലേക്ക് നയിക്കും എന്നാണ് റോമർക്കെതിരെ 2ാമത്തെ ചാപ്റ്റർ ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മേഴ്സി മനുഷ്യർ റിപ്പന്റൻസിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ അതിനായിട്ടാണ് ജൂഡാസ് ഇസ്കാരിയോട്ടിന് ഒരു പീസ് ഓഫ് ബ്രെഡ് കൊടുത്തത്. അങ്ങനെയെങ്കിലും അല്ലെ തനിക്കറിയാമെന്ന് അല്ലെ, യേശുക്രിസ്തുവിന് അറിയാം തന്നെ ചതിക്കാൻ പോകുന്നുള്ള കാര്യമെങ്കിലും ജൂഡാസ് ഇസ്കാരിയോട്ടിന് മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങനെയെങ്കിലും ആ സ്വഭാവത്തിൽ നിന്ന് മാറിക്കോട്ടെ, അവന്റെ ആ പദ്ധതിയിൽ നിന്ന് മാറിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂഡാസ് ഇസ്കാരിയോട്ട് ഇല്ലെങ്കിലും ഈ ജൂതന്മാർ കണ്ട യേശുവിനെ എന്താ പറയുന്നത് അത്രയും കഷ്ടപ്പെടുത്തില്ലെങ്കിലും യേശു ഈ ലോകത്തിലേക്ക് വന്ന കാര്യം നടത്തിയിട്ട് തന്നെ പോകും അല്ലെ. ദൈവത്തിന്റെ കാര്യം ദൈവം നടത്തുക തന്നെ ചെയ്യും. അത് മനുഷ്യരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ ദൈവം യേശുക്രിസ്തു അന്ന് അല്ലെ തന്നെ ചതിക്കാൻ പോകുന്നവന്റെ കൂടെ കാല് വാശിയതിനു ശേഷം ചതിക്കാൻ പോകുന്നവനെ കൂടെ ഒരു അപ്പത്തിന്റെ കഷ്ണം കൊണ്ട് അനുഗ്രഹിച്ചതിന് ശേഷമാണ് പറയുന്നത്, ഞാൻ സ്നേഹിക്കുന്ന പോലെ നീ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം നിർവാജ്യമായിരിക്കുന്ന സ്നേഹമാണ് അല്ലെ. അത് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറഞ്ഞിരുന്ന യേശുക്രിസ്തു. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നമ്മൾ നിറയപ്പെട്ടവരായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് അപ്പൊ സ്നേഹിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ സ്നേഹിക്കുക എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാ, ബഹുമാനിക്കുന്ന അന്യോന്യം മുന്നിട്ട് കൊള്ളും എന്ന് പറയും. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറയുന്നത് ബഹുമാനത്തിന്റെ കിങ്ഡമാണ് അല്ലെ. നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന നിർവാജ്യ 9-10 വാക്കെടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. നിർവാജ്യ സ്നേഹമുള്ളവരായിരിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കുക, ബഹുമാനിക്കുന്നവരായിരിക്കും. അപ്പൊ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിനെ പറ്റി ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുക സ്നേഹിക്കാതെ പറഞ്ഞിരിക്കുക, മറ്റുള്ളവരുടെ പെരുമാറ്റം. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യേശുക്രിസ്തുവിനെ ജൂഡാസ് ചതിക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജൂഡാസിനെ സ്നേഹിച്ച ദൈവം. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത് മറ്റുള്ളവർ നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറും എന്നതിനെ ആശ്രയിച്ചല്ല നമ്മളോട് സ്നേഹിക്കാൻ പറയുന്നത്. അപ്പൊ അവരെങ്ങനെ പെരുമാറിയാലും നമുക്ക് അവരെ സ്നേഹിക്കാതിരിക്കാനുള്ള അവകാശം ദൈവം തന്നിട്ടില്ല അല്ലെ. ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ കൾച്ചർ അനുസരിച്ചാണല്ലോ ജീവിക്കേണ്ടത്. അപ്പൊ യേശു എങ്ങനെ ആയിരിക്കുന്നു അതുപോലെയാണ്. യേശുവാണല്ലോ ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ രാജാവ്. അപ്പൊ അവിടുത്തെ കൾച്ചർ അനുസരിച്ചാണല്ലോ ജീവിക്കേണ്ടത്. അപ്പൊ ദൈവം മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ചല്ല നമ്മളോട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സഹോദരങ്ങളെ വിശ്വാസികളെ സ്നേഹിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 1ാമത്തെ യോഹന്നാനിലേക്ക് പോകുമ്പോൾ 2ാമത്തെ ചാപ്റ്ററിൽ 9-10 വാക്കുവാക്യം ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മള് വെളിച്ചത്തിലാന്ന് പറയുന്നത് യേശുവിന്റെ കിങ്ഡത്തിലാണെന്ന് പറയും, യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പക്ഷെ നമുക്ക് നമ്മുടെ കൂട്ടുവിശ്വാസികൾ സ്നേഹിക്കാതെ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അത് കാണിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്, എന്നിട്ട് മരണത്തിന്റെ റിലംസിൽ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്.
അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾ ആയിരിക്കണം സ്നേഹിക്കുക എന്ന് പറയും. അപ്പൊ അത് വായ എന്താ പറയുന്നത്, അതിൻ്റെ അകത്ത് കാപട്യമില്ലാത്ത സ്നേഹമായിരിക്കും എന്ന് പറയുക. ആ വാക്ക് ഒരിക്കൽ പോലും മറന്നു പോകരുത്. കാപട്യമില്ലാത്ത സ്നേഹമായിരിക്കണം, നിർവാജ്യമായിരിക്കുന്ന സ്നേഹമായിരിക്കണം, മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് വേറൊന്നും ചെയ്യുന്ന വ്യക്തികളായിരിക്കരുത് നമ്മൾ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാം, ബഹുമാനിക്കുന്നവരായിരിക്കുക. പത്താമത്തെ വാക്കിൽ തന്നെ പറയും, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് തോൽവി എന്ന് പറയുമ്പോൾ ബഹുമാനിക്കുന്ന വ്യക്തികളായിരിക്കുക അല്ലെ. അപ്പൊ യാക്കോബിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ, അത് ജെയിംസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പാർഷ്യാലിറ്റിയോട് കൂടി നമ്മുടെ യേശുവിലുള്ള വിശ്വാസത്തെ പാർഷ്യാലിറ്റിയോട് കൂടി അപ്ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പാർഷ്യാലിറ്റി കാണിക്കുന്ന ആൾക്കാരായിരിക്കും, തരംതിരിവ് കാണിക്കുന്ന വ്യക്തികളായിരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുക അല്ലെ. പല രീതിയിലുള്ള വ്യക്തികളാണ് നമ്മുടെ ഇടയിലുള്ള ചർച്ചയുള്ളവര്, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, കളറുള്ളവരും ഇല്ലാത്തവരും, പണമുള്ളവരും ഇല്ലാത്തവരും, നമ്മളത്രയും അഭിഷേകം ഇല്ലാത്തവരും ഉള്ളവരും, അതിനേക്കാളും കൂടുതലുള്ളവരും ഒക്കെ ഒത്തിരി പേരുണ്ട്. പക്ഷെ അതൊന്നും അനുസരിച്ചായിരിക്കരുത് സ്നേഹം എന്ന ദൈവം ബഹുമാനിക്കരുത്. ബഹുമാനത്തിൻ്റെതാണ് ദൈവത്തിന്റെ രാജ്യം. ബഹുമാനിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനിക്കുന്നതിൽ വളരെ പുറകോട്ടാണ് നമ്മള് മലയാളികൾ അല്ലെ, വളരെയധികം പുറകോട്ടാ. ബഹുമാനിക്കുന്നവരായിരിക്കുക, സഹോദര സ്നേഹമുള്ള വ്യക്തികളായിരിക്കുക, എന്താ പറയാ, കാപട്യമില്ലാത്ത സ്നേഹമുള്ള വ്യക്തികളായിരിക്കുക അല്ലെ. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുക, കരയുന്നവരോട് കരയുക ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പൊ അതൊന്നും മിക്കവാറും തന്നെ ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെ. ആരെങ്കിലും സന്തോഷിക്കുന്ന കാണുമ്പോൾ മനസ്സിൽ അസൂയ വരും, അവന്റെ ഒരു ചിരി എന്ന് പറയും. കരയുന്ന കാണുമ്പോൾ അവന് ഇത് വേണം അല്ലെ. വിശ്വാസികളുടെ കാര്യം പറയുന്നത് അല്ല, വിശ്വാസത്തിലുള്ള ഇല്ലാത്ത വ്യക്തികളെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. വിശ്വാസികളുടെ കാര്യത്തെ പറ്റി പറയുന്നത്, അങ്ങനെയൊക്കെ മാനസികമായിട്ട് ഉള്ള എത്രയോ ആൾക്കാരുണ്ട്. ഒന്ന് പുറമേ കാണിക്കുകയും വേറൊന്ന് മനസ്സിൽ വിചാരിക്കുകയും എന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെ പുറമേ കാണിക്കുമ്പോ കൊള്ളാം കേട്ടോ, ഇങ്ങനെയൊക്കെ ഓരോ വർത്താനമൊക്കെ പറയുമ്പോ നമ്മുടെ ഉള്ളിലുള്ള അസൂയയും ദേഷ്യവും വിദ്വേഷവും ഒക്കെ മറ്റുള്ളവർ കാണുന്നില്ലെന്ന് വിചാരിക്കും. അവര് കാണുന്നില്ല. അവരോട് നമ്മൾ സ്നേഹമായിട്ട് പെരുമാറുമ്പോൾ, സ്നേഹമായിട്ട് കാപട്യമായിട്ട് സ്നേഹത്തോടു കൂടി അല്ലെ, കള്ളസ്നേഹത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല, അവര് വിചാരിക്കാൻ സത്യമെന്ന്. പക്ഷെ ദൈവത്തിനറിയാം, ദൈവം അത് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ മതി. ആദ്യമായിട്ട് നമ്മുടെ മനസ്സറിയാവുന്നത് ദൈവമാണ്. ദൈവത്തിന് എല്ലാം അറിയാം. നമ്മൾ എത്രമാത്രം ആക്ടിങ് നടത്തുന്നു പറഞ്ഞാൽ, എത്ര ഡ്രാമ മറ്റുള്ളവരുടെ മുമ്പിൽ നടത്തുന്നു പറഞ്ഞാലും, നമ്മുടെ മനസ്സ് കാണുന്നവന് ഒരുത്തനുണ്ട്, നമ്മുടെ ഹൃദയം കാണുന്ന ദൈവമുണ്ട്. അത് ഒരിക്കലും മറന്നു പോകാതിരിക്കുക. ദൈവത്തോടാണ് നമ്മൾ കണക്ക് പറയേണ്ടത്, ദൈവത്തോടാണ്, മനുഷ്യരോടല്ല അല്ലെ. ഇന്ന് ചിരിച്ച് കാണിച്ചിട്ട് നമ്മൾ നാളെ ചിരിച്ച് കാണിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അവരോട് കണക്ക് പറയേണ്ട കാര്യമില്ല. മനുഷ്യരോട് നമ്മൾ ഒരിക്കൽ പോലും കണക്ക് പറയുന്നില്ല, പക്ഷെ ദൈവത്തോട് കണക്ക് പറയണം. ദൈവത്തോട് കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ അല്ലെ, യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. റോമക്കരുടെ ലേഖനത്തിൽ 14-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാ വ്യക്തികളും കണക്ക് പറയേണ്ട ദിവസമുണ്ട് യേശുവിന്റെ മുമ്പിൽ അല്ലെ. 2 കൊരിന്ത്യർ അങ്ങനെ തന്നെ 5-ാമത്തെ ചാപ്റ്റർ ദൈവം അതിന് പറഞ്ഞിരിക്കുന്നത്, എല്ലാ വ്യക്തികളും യേശുക്രിസ്തുവിന്റെ ന്യായസിംഹാസനത്തിന്റെ ന്യായവിധിക്കുന്ന ദിവസത്തിൽ നിൽക്കേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക അല്ലെ. അതാണ് എനിക്ക് പറയുന്നത്. വ്യാജമായിട്ടുള്ള കാര്യം ചെയ്യാതിരിക്കുക അല്ലെ, വ്യാജമായിട്ടുള്ള സ്നേഹം സ്നേഹിക്കുക. ഒന്നാമത് സ്നേഹിക്കുക, പക്ഷെ അത് വ്യാജമാകാതിരിക്കട്ടെ അല്ലെ. മറ്റുള്ളവരെ ബഹുമാനിക്കുക. ബഹുമാനത്തിൻ്റെതാണ് ദൈവത്തിന്റെ രാജ്യം, ബഹുമാനത്തിൻ്റെതാണ് അല്ലെ. പാസ്റ്റർമാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, അപ്പോസ്റ്റലന്മാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മുടെ എന്താ പറയുക, വിശ്വാസികൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും, അത് ദ്രോഹപരമായിട്ട് പാപമായിട്ടല്ല അവർ ചെയ്യുന്നതെങ്കിൽ അല്ലെ, നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യാൻ പോകരുത്, അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ പോകരുത്. പാപമാണ് അവർ ചെയ്യുന്നതെങ്കിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവരോട് ആദ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ന് പറയാം. അവർ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല, പെടുന്നില്ല എങ്കിൽ 2-3 പേരെയും കൂടെ കൊണ്ട് ചെന്ന് പറയുക. അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല, ചർച്ചുമായിട്ട് ചെന്ന് സംസാരിക്കുക. ഇനി ചർച്ചുമായിട്ട് അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യട്ടെ. പിന്നെ നമ്മൾ ഉപേക്ഷിക്കുക അല്ലെ. അപ്പൊ നമുക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇന്ന് ദൈവം അവരുമായിട്ട് ഡീൽ ചെയ്യട്ടെ. അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അല്ലാതെ പാപമല്ല ചെയ്യുന്നതെങ്കിൽ സംസാരിക്കുന്ന പ്രീച്ച് ചെയ്യുന്നതിലെ കുറ്റമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ, വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ, നമ്മളായിട്ട് യൂട്യൂബ് വീഡിയോ ഒന്നും ഉണ്ടാക്കാൻ പോകാതിരിക്കുക. നമ്മളായിട്ട് യൂട്യൂബിലൊന്ന് കയറി അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകാതിരിക്കുക. അത് നമ്മുടെ വർക്കല്ല, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വർക്കല്ല. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വർക്കല്ല. ദൈവത്തിന് മാത്രമേ ഉള്ളൂ ജഡ്ജ് ചെയ്യാനുള്ള അവകാശം. റോമക്കത്തെ ലേഖനത്തിൽ തന്നെ 14-ാമത്തെ ചാപ്റ്ററിലേക്ക് ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്,
മറ്റൊരാളുടെ സെർവന്റ് അയാൾ നിൽക്കുകയോ വീഴുകയോ ചെയ്താൽ നമ്മൾക്കത് ജഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല, അല്ലെ? അവര് വീണാലും നിന്നാലും അത് അവരുടെ മാസ്റ്ററിന് മാത്രമാണ് കാര്യം. ഇനി അവരുടെ മാസ്റ്റർ ആയിട്ടുള്ള യേശുക്രിസ്തു, നമ്മളെല്ലാവരും ദൈവത്തിന്റെ സെർവൻസ് ആണ്. അപ്പൊ യേശുക്രിസ്തുവിന് അവരെ നിർത്താനുള്ള കഴിവുണ്ട്. ചെയ്യാൻ എങ്ങനെയാന്നുള്ള കാര്യം അറിയാം, അല്ലെ? അപ്പൊ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ജഡ്ജ് ചെയ്തോണ്ട്, അല്ലെങ്കിൽ ഇവര് ഓരോ പാസ്റ്റർമാരൊക്കെ ചെയ്യുന്ന കാര്യം നമ്മളതിങ്ങനെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്തല്ലേ വെളിപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എല്ലാ മനുഷ്യരും, എല്ലാ ചർച്ചകളും, എല്ലാ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ അറിയും? അവർക്കത് അറിയണ്ടേ? അവർക്കത് എന്താ പറയുക, മനസ്സിലാക്കിയാലല്ലേ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള മിനിസ്ട്രിയിൽ നിന്നൊക്കെ അവർക്ക് ഒന്ന് മാറി നിൽക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഹെൽപ്പറായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട് ദൈവം, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ ഹോളി സ്പിരിറ്റ് ഗോഡിനെ അറിയാം. നമ്മൾക്ക് വെളിപ്പെടുത്തി തരേണ്ടത് ഹോളി സ്പിരിറ്റ് ഗോഡാണ്. ഡേവിഡ് പാപം ചെയ്തപ്പം ദൈവം നേതനെ വിട്ട് വെളിപ വെളിവാക്കി കൊടുത്തു ഡേവിഡിനോട്, നീ ചെയ്ത പാപം എന്ന് പറഞ്ഞു, അല്ലെ? അല്ലാതെ ഡേവിഡിനെ പറ്റി നേതൻ ചെന്ന് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുകയായിരുന്നില്ലല്ലോ ചെയ്തത്, അല്ലെ? നേതൻ വന്ന് ഡയറക്റ്റ് ആയിട്ട് ഡേവിഡിനോട് പറയുകയോ ചെയ്തത്. അപ്പൊ ദൈവത്തിന് അറിയാൻ ചെയ്യാൻ. അപ്പൊ ദൈവം ഇപ്പോഴും ശക്തി കുറഞ്ഞു പോയിട്ടില്ലല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മളെ വെളിവാക്കി തരേണ്ടത്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കൈക്കീഴിലുള്ളവരാണെങ്കിൽ, വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെ, ദൈവം അത് നമുക്ക് വെളിവാക്കി തരുക തന്നെ ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം, ഏറ്റവും പ്രൈമറി തിങ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വിശ്വാസിക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവവുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, അല്ലെ? എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും നമ്മൾ ദൈവവുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണത്. അത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെ? അത് കഴിഞ്ഞിട്ട് ചർച്ച വരാവുള്ളൂ. ചർച്ചിൽ പോയ ശേഷം മാത്രമാണ് പ്രാർത്ഥന, ആരാധന ചർച്ചിൽ മാത്രമാണ് നമ്മൾ നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്ന അത് വിജയകരമായിട്ടുള്ള ജീവിതം അല്ലത്. അവിടെയാണ് എന്താ പറയുക, ചർച്ചിൽ മാത്രമാണ് പ്രാർത്ഥനയും ആരാധനയും നമ്മൾ നടത്തുന്നത്. ചർച്ചിൽ പോകുമ്പോൾ മാത്രം ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്നു, അവിടെ വെച്ച് മാത്രം സൺഡേയിൽ ഒരു ദിവസം ചെയ്തത് ആരാധന മാത്രം, അങ്ങനെയുള്ള വ്യക്തിക്കാണ് വേറെ ആരെങ്കിലും മോശപ്പെട്ട രീതിയിൽ പഠിപ്പിക്കുമ്പോൾ അല്ലെ പ്രോഫസി കൊടുക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നതിന്റെ കാര്യം, അല്ലെ? ബൈബിള് ദൈവമാണ് പറയുന്നതെങ്കിൽ, ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് ആണല്ലോ പ്രോഫസി കൊടുക്കുന്നത്. അപ്പൊ റോങ് ആയിട്ട് പ്രോഫസി ചെയ്യുന്ന ആൾക്കാർ, ഫോൾസ് പ്രോഫസി ഒക്കെ ഉണ്ട്. ദൈവത്തിൽ നിന്നുള്ള പ്രോഫസി ആണെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ ടെസ്റ്റിമണിയാണ് പ്രോഫസി, സ്പിരിറ്റ് ഓഫ് പ്രോഫസി എന്ന് പറയുന്നത്. അപ്പൊ ബൈബിളിലുള്ള കാര്യങ്ങളെ ബൈബിൾ വഴി അവര് ദൈവത്തിന്റെ വചനം വഴിയെ ഹോളി സ്പിരിറ്റ് ഗോഡ് പ്രോഫസി കൊടുക്കത്തുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുമ്പോ ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഫസി ദൈവം കൊടുക്കത്തുള്ളൂ, ഹോളി സ്പിരിറ്റ് ഗോഡ് കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ നമുക്ക് അറിയാൻ പറ്റും ഇവർ പറയുന്നത് ഏത് തരത്തിലുള്ള പ്രോഫസി ആണെന്നും ഏത് തരത്തിലുള്ള ടീച്ചിങ് ആണെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ബൈബിൾ അറിയാമെങ്കിൽ ഏതെങ്കിലും പാസ്റ്റർമാര് റോങ് ആയിട്ടുള്ള ടീച്ചിങ് പഠിപ്പിക്കുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ബൈബിളില്ലാത്ത കാര്യമാണല്ലോ, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ മനസ്സിൽ കിട്ടുക നമുക്കറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതി. അല്ലാതെ യൂട്യൂബ് വീഡിയോ എല്ലാം ഉണ്ടാക്കി മറ്റുള്ളവരെ നാട്ടുകാർ മൊത്തം ലോകം മൊത്തം കാണിക്കത്തക്ക രീതിയിൽ കേൾപ്പിക്കത്തക്ക രീതിയിൽ വീഡിയോ ഉണ്ടാക്കി കുറ്റം പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് ജഡ്ജ് ചെയ്ത് അതിനൊന്നും ആവശ്യം നമുക്കില്ല, അല്ലെ? നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാല് അത് ബഹുമാനത്തിന്റെ കിങ്ഡമാണ്, സ്നേഹത്തിന്റെ കിങ്ഡമാണ്, വ്യാജമില്ലാത്ത സ്നേഹത്തിന്റെ കിങ്ഡമാണ്, പരസ്പരം സ്നേഹിക്കുന്നതിന്റെ കിങ്ഡമാണ്, പരസ്പരം കരുതുന്നതിന്റെ കിങ്ഡമാണ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയ പറയുന്നത്, ഒരുപാട് ഹിപ്പോക്രസിയിലൊക്കെ ജീവിച്ച വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഇന്നും അങ്ങനെ ജീവിക്കുന്നവർ പലരും. നമ്മളപ്പോ കരുതി ഇരിക്കുക, നമ്മുടെ ഹൃദയം കാണുന്നവനുണ്ട് യേശു, അല്ല? ദൈവത്തിന്റെ മുമ്പിൽ വ്യാജമുള്ളവരുള്ള ആകാതിരിക്കട്ടെ നമ്മൾ. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് കരുതലിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളോട് സംസാരിച്ചതിനായിട്ടും കർത്താവെ, ഞങ്ങൾക്ക് വചനം തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഹിപ്പോക്രസി ഇല്ലാതെ വ്യാജമായിട്ടുള്ള ഹൃദയം ഉള്ളവരല്ലാതിരിക്കാനുള്ള കൃപ തരണം അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കർത്താവ് ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ എല്ലാവരെയും അവരെ വലിപ്പച്ചെറുപ്പം നോക്കാതെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ കർത്താവെ. അങ്ങനെ പോലെ ആയിത്തീരുള്ള കൃപ തന്നെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇത് കേട്ട നിന്ന് ദൈവത്തിന് മാത്രം